സമൂഹത്തിൽ ചേർത്ത് പിടിക്കുന്നതിന്റെ ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമാണ്. അതിലേക്ക് ഇങ്ങനെ മടക്കിയ ഇല എടുത്ത് അതിലേക്ക് ഇടും, ഉരുളിയിലാണ്. അത് കൃത്യം വേവാകുമ്പോൾ എടുക്കും, എന്നിട്ട് ആ ചൂടോടുകൂടി തന്നെ ഇളക്കിയിടും. പുള്ളിക്കാരൻ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ വളരെ വലിയ മനുഷ്യനാണ്, വലിയ മനസ്സിന്റെ ഉടമയാണ്. ചേർത്ത് നിർത്തുക എന്ന് പറയുമ്പോൾ അത് തന്നെ വളരെ സന്തോഷം. അത്തരത്തിലൊരു ആളുകൾ നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്നതിനുള്ളൊരു ഉദാഹരണമാണിത്. കേന്ദ്രമന്ത്രിയോടൊപ്പമുള്ള ഓണാഘോഷം എന്ന് പറയുന്നത് കേന്ദ്രമന്ത്രിയോടൊപ്പമുള്ള ഒരു ഓണാഘോഷമല്ല, ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട സുരേഷ് ചേട്ടനോടൊപ്പമുള്ള ഒരു ഓണാഘോഷമാണ്. ഇവർക്കൊപ്പമുള്ള ഓണാഘോഷം എന്താണ്? സന്തോഷം. അവർക്കും നമുക്ക് കുറച്ച് സമയം കൊടുക്കാൻ പറ്റി അല്ലേ? ആഘോഷം എല്ലാവർക്കും അവകാശപ്പെട്ടതല്ലേ? വീട് വിട്ടിറങ്ങുന്ന സമയത്ത് നമുക്ക് ആരും ഇല്ലാത്ത സമയത്ത് നമ്മളെല്ലാം കൂടി ഒരുമിച്ചാണ് നിന്നത്. അന്നൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്താ പറയുക, ഉടുക്കാനൊരു പുടവയും കിട്ടി, കഴിക്കാൻ ആഹാരവും കിട്ടി. നമസ്കാരം. കേന്ദ്രമന്ത്രിയായ ശ്രീ സുരേഷ് ഗോപി ഇത്തവണയും ഓണാഘോഷം ആഘോഷിക്കുന്നത് ട്രാൻസ്ജെൻഡർ സമൂഹത്തിന് ഒപ്പമാണ്. എന്തായാലും ട്രാൻസ്ജെൻഡേഴ്സിനെ ആദരിച്ച ശേഷം അവർക്കൊപ്പം തന്നെ അദ്ദേഹം ഓണസദ്യ കഴിക്കുകയാണ്. എന്തായാലും ഏറെ പ്രതീക്ഷകളോടുകൂടി തന്നെയാണ് ഈ ട്രാൻസ്ജെൻഡർ സമൂഹം ഈ ഒരു ഓണാഘോഷത്തെ, ഈ ഒരു സ്പെഷ്യൽ ഓണാഘോഷത്തെ നോക്കിക്കാണുന്നത്. എന്നിട്ടത് ഫോൾഡ് ചെയ്യും. അതെൻ്റെ അച്ഛനാണ് ചെയ്യുക. നല്ലപോലെ ഫോൾഡ് ചെയ്തിട്ട് നല്ല തിളച്ച ചൂടുവെള്ളം, തിളച്ചതല്ല, നല്ല ഇങ്ങനെ സ്റ്റീം വരും, എന്നാൽ അതിൻ്റെ പരുവമാണ്. അതിലേക്ക് ഇങ്ങനെ മടക്കിയ ഇല എടുത്ത് അതിലേക്ക് ഇടും, ഉരുളിയിലാണ്. അത് കൃത്യം വേവാകുമ്പോൾ എടുക്കും, എന്നിട്ട് ആ ചൂടോടുകൂടി തന്നെ ഇളക്കിയിടും. അതാണ് അടയായിട്ട് ഉപയോഗിക്കുന്നത്. അത് പിന്നെ നെയ്യിലിട്ട് റോസ്റ്റ് ചെയ്യുന്നവരുണ്ട് ആ അട. കാരണം പായസത്തിലിട്ട് നമ്മൾ തിളപ്പിക്കുമ്പോൾ ആ മാവ് അലിഞ്ഞു പോകാതിരിക്കാൻ നെയ്യിലും അണ്ടിപ്പരിപ്പൊക്കെ, പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇതൊക്കെ ഇട്ട് കുറച്ച് ഏലക്ക പൊടിക്കാതെ കഷ്ണമായിട്ട് അതിൻ്റെ തൊലിയൊന്ന് ഉരിച്ചിട്ട് ഇടും. അപ്പം നമുക്കത് കഴിക്കത്തില്ല. ഇപ്പം ഈ പൊടിച്ചിട്ടിടുമ്പോഴേക്കും നമുക്ക് ഭയങ്കര രുചിയായിട്ട് പായസം കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് അത് കടിക്കുമ്പോൾ പലർക്കും എനിക്കിഷ്ടമല്ല. പക്ഷെ അതിൻ്റെ ഫ്ലേവർ വേണമെന്നാണ്. അത്ര ഇടരുത്, അതിൻ്റെ പകുതി മതി മതി ഇഷ്ടമാണ്. എന്തായാലും ശ്രീ സുരേഷ് ഗോപിയെ നമുക്ക് ഓണസദ്യ കഴിക്കാൻ വേണ്ടി വിടാം. കാരണം മാധ്യമങ്ങളെല്ലാവരും തന്നെ അദ്ദേഹത്തെ ചുറ്റി നിൽക്കുകയാണ്. നിലവിലിപ്പോൾ ഓണാഘോഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ ദൃശ്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വന്ന ട്രാൻസ്ജെൻഡേഴ്സ് സമൂഹം ഏറെ സന്തോഷത്തോടു കൂടിയാണ് കേന്ദ്രമന്ത്രിക്കൊപ്പമുള്ള ഈ ഒരു ഓണാഘോഷത്തെ നോക്കിക്കാണുന്നത്. ഏതാ ഗോപിയോടൊപ്പമുള്ള തീർച്ചയായിട്ടും നമ്മൾ എന്താ പറയുക, ഭയങ്കര ഒരു പ്രീഷ്യസ് ആയിട്ടുള്ള മൊമെൻ്റ് ആണ്. സോ ഞാൻ വളരെയധികം എൻജോയ് ചെയ്തു. താങ്ക് യു ആൻഡ് ഹാപ്പി ഓണം. താങ്ക് യു. സുരേഷ് ഗോപി ചേട്ടനോടൊപ്പമുള്ള ഒരു ഓണാഘോഷം എങ്ങനെ നോക്കിക്കാണും? ഒത്തിരി സന്തോഷമുണ്ട്. കേന്ദ്രമന്ത്രിയുമായിട്ട് നിന്നിട്ട് ഒരു ഓണാഘോഷ പരിപാടിയിൽ ആദരിക്കപ്പെടുക എന്നുള്ളത് അഭിമാനമാണ്. എന്തായാലും ഇന്ന് അവാർഡ് അല്ലെങ്കിൽ ആദരിക്കപ്പെട്ട ആൾക്കാർക്ക് തന്നെ എല്ലാവിധ ആശംസകളും. സന്തോഷം, ഹാപ്പി ഓണം. കേന്ദ്രമന്ത്രിയോടൊപ്പം ആദ്യമായാണോ? ഞാൻ ആദ്യമായിട്ടാണ് കേന്ദ്രമന്ത്രിയെ കാണുന്നത്. അതിലൊരു അഭിമാനമുണ്ട്. സന്തോഷം. ഹായ്, നമസ്കാരം. സുരേഷ് ഗോപിയൊപ്പമുള്ള ഓണാഘോഷം എങ്ങനെ നോക്കി? നോക്കിക്കാണുന്നത് ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സെലിബ്രേഷൻസ് ഓരോ സ്വീകാര്യതയും ഇരട്ടി മധുരം തരികയാണ്. ബിക്കോസ് ഞങ്ങളെ സമൂഹത്തിൽ ചേർത്ത് പിടിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമാണ് ഇത്തരത്തിലുള്ള സെലിബ്രേഷൻസും. അതും പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു കമ്മ്യൂണിറ്റിയെ ഇത്തരത്തിൽ മുന്നിലേക്ക്, മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവന്ന് അത് സിസ്ജെൻഡർ മനുഷ്യരിൽ നിന്ന് കുറച്ചുകൂടി നല്ല സൂപ്പറാക്കി ഞങ്ങളെ ഇത്രയും സന്തോഷിപ്പിക്കുന്നത് കണ്ടില്ലേ? പുടവയും സദ്യയൊക്കെ തന്നെ ഞങ്ങളെ ഇത്രയും ഭംഗിയാക്കുന്നതിൽ സോ വി ആർ വെരി ബ്ലെസ്ഡ് ആൻഡ് താങ്ക് യു സോ മച്ച് ലിബർട്ടി ഫൗണ്ടേഷൻ ആൻഡ് സുരേഷ് ഗോപി സർ. ഭയങ്കര സന്തോഷത്തിലാണ് ഞങ്ങളെല്ലാവരും. കേന്ദ്രമന്ത്രിയോടൊപ്പം ആദ്യമായാണോ ഇങ്ങനെ ഓണം ആഘോഷിക്കുന്നത്? കേന്ദ്രമന്ത്രി അല്ലാതെയും സുരേഷ് ചേട്ടൻ ഞങ്ങളോട് നല്ല രീതിയിൽ തന്നെയാണ് പെരുമാറുന്നത്. കേന്ദ്രമന്ത്രിയായപ്പോൾ ഇരട്ടി മധുരമുണ്ട്. അതിൽ എല്ലാവർക്കും ഹാപ്പി ഓണം.
വളരെ ഹാപ്പി ആയിട്ടിരിക്കുക. ഞാനൊന്ന് സാറ് ഭയങ്കരമായിട്ട് ഹഗ് ചെയ്തു, പുടവ തന്നു, നമുക്ക് മൊമെൻറ്റോ തന്നു, ആദരിച്ചു. അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണല്ലോ. സോ ഈ ഒരു മൊമെൻറ്റിൽ ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ ഇനിയും സാറിന് ദൈവം അനുഗ്രഹം കൊടുക്കട്ടെ. അതുപോലെ തന്നെ ഓരോ ഫൗണ്ടേഷൻസും മുന്നിലോട്ട് വരട്ടെ. വളരെ നന്ദി. വളരെ ഓണാശംസ. ഹാപ്പി ഓണം മാം. ഓണാശംസകൾ. സുരേഷ് ഗോപിയോടൊപ്പമുള്ള ഒരു ഓണാഘോഷം എങ്ങനെ നോക്കിക്കാണും? സുരേഷ് ഏട്ടൻ്റെ ഒപ്പം ഒരു ഓണാഘോഷം എനിക്കൊന്ന് ഫസ്റ്റ് ഓണാഘോഷമാണ്. പിന്നെ എനിക്കൊന്ന് ലാസ്റ്റ് ഞങ്ങൾ ഒരുമിച്ച് ഓണം ഉണ്ടിയത് കേരളപ്പിറവിക്കായിരുന്നു. അത് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ കൊല്ലം കേരളപ്പിറവിക്കായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് സുരേഷ് ഏട്ടനായിട്ട് കണക്റ്റഡ് ആവുന്നത്. ഈവൻ എൻ്റെ സർജറിയും നടത്തി തന്ന സുരേഷ് ഏട്ടൻ്റെ ഫണ്ടിൽ നിന്നായിരുന്നു. അത് ഞാൻ ചോദിച്ചിട്ട് പോലും അല്ല, പുള്ളിക്കാരൻ അറിഞ്ഞ് ചെയ്തതാണ്. അപ്പോൾ ഇതിൽ ഒരു തരത്തിലും പൊളിറ്റിക്സ് ഇൻവോൾവ്മെൻറ്റ് ഇല്ലാതെ പുള്ളിക്കാരൻ്റെ മകളുടെ പേരിലും പിന്നെ പുള്ളിക്കാരൻ്റെ ഒരു മനുഷ്യത്വം കൊണ്ട് ചെയ്യുന്നതാണ്. അപ്പം അത് ഇതിൽ സീറോ പൊളിറ്റിക്സ് ആണ് ഇതിൽ ഞാൻ കാണുന്നത്. ഞാൻ ഇൻ ജനറൽ നോൺ പൊളിറ്റിക്കൽ പേഴ്സണാണ്, പൊളിറ്റിക്കലാണ്. പക്ഷേ പുള്ളിക്കാരൻ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ വളരെ വലിയ മനുഷ്യനാണ്, വലിയ മനസ്സിൻ്റെ ഉടമയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയായിരിക്കും ഇന്നലെ തിരുവോണം ഉണ്ടായിട്ട് ഇന്നത്തെ ദിവസം തന്നെ പുള്ളിക്കാരൻ വന്നേക്കുന്നത്. എന്തുകൊണ്ടും നല്ലൊരു മനുഷ്യനാണ്, നല്ല വ്യക്തിത്വത്തിന് ഉടമയാണ്. താങ്കളുടെ സർജറി എവിടെ വെച്ചായിരുന്നു? ഞാൻ അമൃത ഹോസ്പിറ്റലിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ്റെ ഫണ്ട് തന്നെ അമൃത ഹോസ്പിറ്റലാണ് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് എല്ലാവർക്കും സർജറി ചെയ്ത് കൊടുക്കുന്നത്. പേരെന്താ? നിവേദ ആൻ്റണി. എവിടെയാ സ്ഥലം? എവിടെയാ? കൊച്ചിക്കാരിയാണ്, ബാംഗ്ലൂർ സെറ്റിൽഡ് ആണ്. ബാംഗ്ലൂർ ഒരു ബാങ്കിന് വേണ്ടി വർക്ക് ചെയ്യാണ്. ഓണാശംസകൾ എല്ലാവർക്കും ഓണാശംസകൾ. എന്താ പേര്? എൻ്റെ പേര് കാർത്തിക, ഞാൻ ട്രിവാൻഡ്രം സ്വദേശിനിയാണ്. സുരേഷ് ഏട്ടനൊപ്പമുള്ള ഓണാഘോഷം എന്താണ് പറയാൻ? ഒരുപാട് സന്തോഷമുണ്ട് ജീവിതത്തിൽ. കാരണം എന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു അവസരം കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. പിന്നെ ഞങ്ങളുടെ സഹോദരങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചൊരു ആഘോഷം. വീട് വിട്ടിറങ്ങുന്ന സമയത്ത് നമുക്ക് ആരും ഇല്ലാത്ത സമയത്ത് നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചാണ് നിന്നത്. അന്നൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്താ പറയുക, ഉടുക്കാനൊരു പുടവയും കിട്ടി, കഴിക്കാൻ ആഹാരവും കിട്ടി. അതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. ഒരു മെമ്മൻറ്റോ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചല്ല വന്നത്, പക്ഷേ പേര് വിളിച്ചപ്പോൾ കയറി വാങ്ങിച്ച് വളരെ സന്തോഷം. സുരേഷ് ഏട്ടൻ്റെ കൂടെ നിന്ന് വാങ്ങിക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. ഓണാശംസകൾ. താങ്ക് യു സോ മച്ച്. ചേർത്ത് നിർത്തുക എന്ന് പറയുമ്പോൾ അത് തന്നെ വളരെ സന്തോഷം. അത്തരത്തിലൊരു ആളുകൾ നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്നതിനുള്ളൊരു ഉദാഹരണമാണിത്. ആദ്യമായിട്ടാണ് ഒരു കേന്ദ്രമന്ത്രിയുടെ കൂടെ ഓണാഘോഷം? അതെ ആദ്യമായിട്ടാണ്. പേരെന്താ? അനാമിക. എവിടെയാ സ്ഥലം? കോഴിക്കോട്. ഈ ശസ്ത്രക്രിയക്ക് സുരേഷ് ഗോപി സഹായിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ അതിന് മുന്നേ സർജറി കഴിഞ്ഞ ആളാണ്. ഞാൻ റെനായ് മെഡിസിറ്റി. ഓണാശംസകൾ. താങ്ക് യു. കേന്ദ്രമന്ത്രിയോടൊപ്പമുള്ള ഓണാഘോഷം എന്താണ് പറയാൻ? കേന്ദ്രമന്ത്രിയോടൊപ്പമുള്ള ഓണാഘോഷം എന്ന് പറയുന്നത് കേന്ദ്രമന്ത്രിയോടൊപ്പമുള്ള ഒരു ഓണാഘോഷമല്ല, ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട സുരേഷ് ഏട്ടനോടൊപ്പമുള്ള ഒരു ഓണാഘോഷമാണ്. വളരെ സന്തോഷവും അഭിമാനമുണ്ട്. അതിലുപരി സാറ് കഴിഞ്ഞ കുറേ നാളുകളായി ട്രാൻസ്ജെൻഡർ മനുഷ്യർക്ക് വേണ്ടി ചെയ്യുന്ന ഓരോ കാര്യങ്ങളും, അത് സർജറി സഹായമാവട്ടെ, ഇപ്പോൾ താമസ സൗകര്യത്തെക്കുറിച്ചുള്ള ഒരു ഷെൽട്ടർ ഹോം പോലെ ഒരു ഇതാവട്ടെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ട്രാൻസ്ജെൻഡർ മനുഷ്യർക്ക് വേണ്ടി ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ദീർഘായുസ് ഉണ്ടാവട്ടെ, ആയുരാരോഗ്യ സൗഖ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ഒരുപാട് സന്തോഷം. പേരെന്താ? അദ്രിജ പണിക്കർ. ഓണാശംസകൾ എല്ലാവർക്കും. ഓണാശംസകൾ. വളരെ താങ്ക് യു. ഇവർക്കൊപ്പമുള്ള ഓണാഘോഷം എന്താണ് പറയുന്നത്? സന്തോഷം. അവർക്കും നമുക്ക് കുറച്ച് സമയം കൊടുക്കാൻ പറ്റി അല്ലേ? ആഘോഷം എല്ലാവർക്കും അവകാശപ്പെട്ടതല്ലേ? ഹായ്. ഓക്കെ. അല്ല, ഇനി എന്നെ പിടിച്ചു നിർത്തരുത്. എനിക്ക് ആ ട്രിവാൻഡ്രം ക്ലബിലെത്തണം. 1:30 വീട്ടിൽ ഓണം? പിന്നെ ഇന്നലെ മൊത്തം വീട്ടിലല്ലായിരുന്നോ? എവിടെയും പോയില്ലല്ലോ. അതിലെയാണോ? താങ്ക് യു. സെയിം ടു യു. എന്തായാലും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിയ ട്രാൻസ്ജെൻഡേഴ്സ് സമൂഹത്തിന് ഒപ്പം കേന്ദ്രമന്ത്രിയായ ശ്രീ സുരേഷ് ഗോപി ഓണാഘോഷം നടത്തുകയാണ്, ആഘോഷിക്കുകയാണ്. ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഈ ഒരു സമൂഹവും ഈ ഒരു ആഘോഷത്തെ നോക്കിക്കാണുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.